ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണാനും കഴിക്കാനും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ബസുമതി റൈസാണ്. അത് നമുക്ക് ഒരു കപ്പ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് ഒരു അര കപ്പുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് 2 മണിക്കൂർ ഈ അരി ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി വേണ്ടുന്നത് ബോൺലെസ് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളിത് ഇവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഉരുളൻകിഴങ്ങാണ്. ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതെവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരല്പം ഓയിലും തേച്ച ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വേണം നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാൻ. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന അരി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഈ അരിയിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ അരിയോട് നമ്മളൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു എണ്ണ തടവിയ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇപ്പോൾ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തട്ടിന് മുകളിലേക്ക് വെച്ചിട്ട് 25 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അരിയും ചിക്കനൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.